ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാഗത്തിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ മനോഹർ ഭയങ്കര സമാധാനത്തോടു കൂടി തന്നെ ആ തലപ്പാവ് അങ്ങോട്ട് മാറ്റും കേട്ടോ. കാരണം കല്യാണിയും അതുപോലെ തന്നെ മേഘ്ന അവിടെ നിന്ന് പോയല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സമാധാനമാവാണ് നമ്മുടെ മനോഹർ. അത് മാത്രമല്ല, മനോഹർ വേറൊരു വലിയൊരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ മേഘ്ന എന്ന് പറഞ്ഞിട്ട് അന്ന് പുറകെ നടന്ന പെണ്ണാണ് നിഷയുടെ ചേച്ചിന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ അതും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ മനോഹറിനെ ശരിക്കും വട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട മനോഹർ നമ്മുടെ തലപ്പാകം മാറ്റി ആ മുഖം എല്ലാവർക്കും മുമ്പിൽ കാണിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി. കാരണം ഇനി ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ. അങ്ങനെ താലികെട്ടും ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഭയങ്കര സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഭയങ്കര സന്തോഷത്തോടെ പോകണം. അപ്പോൾ ആ നിഷേധം അപ്പോൾ പറയേണ്ട, എൻ്റെ മോളുടെ ഭാഗ്യമാണ്, ഇങ്ങനത്തെ ഒരു മരുമോനെ കിട്ടിയത്, ഇങ്ങനത്തെ ഒരു മോനെ കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിഷയാണെന്നുണ്ടെങ്കിലോ അതിനേക്കാളും വലിയ അഹങ്കാരം. എൻ്റെ രോഹൻ ചേട്ടനെ പോലത്തെ ഒരാൾ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്ന രീതിയിലൊക്കെ സംസാരം. അപ്പോൾ കൂട്ടത്തിലോട്ട് പറയണ്ടേ, മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച തന്നെ അമേരിക്കയിലേക്കൊക്കെ പോകുമായിരിക്കും എന്നാ പറഞ്ഞതെന്ന് പറയണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ പോകുമ്പോൾ റിസപ്ഷനൊക്കെ വെക്കും, എല്ലാവരും വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ വിളിക്കും കേട്ടോ. അതിനുശേഷം സനൽ ഏർപ്പെടുത്തിയ പോലെ തന്നെ ആ വലിയ ബംഗ്ലാവ്, കൊട്ടാരം പോലത്തെ ബംഗ്ലാവിൽ നിഷേനെയും കൂട്ടിക്കൊണ്ട് പോകുവാണ് നമ്മുടെ മനോഹർ. അവിടെ പോയി നോക്കുമ്പോഴേക്കും അവിടെ കുറേ പെണ്ണുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ നിഷയുടെ അമ്മക്കും അച്ഛനും സമാധാനം ആവണത്. ഇപ്പോഴെങ്കിലും നമ്മുടെ രോഹൻ്റെ ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്ന രീതിയിൽ. അപ്പോൾ ആ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര തകർത്ത് അഭിനയിക്കുക കേട്ടോ. വാ കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് നിഷേനെ ഇങ്ങനെ വിളിക്കുവാണ്. അതിനുശേഷം നിലവിളക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ മനോഹറിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്, ചേച്ചിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിയുടെ മോളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിടത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിട്ട് മനോഹർ. അതിനുശേഷം നിലവിളക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ നിഷ വലതുകാലം വെച്ചിട്ട് ആ വാടക വീട്ടിലേക്ക് കയറുവാണ്. സ്വന്തം വീടാന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ പൂജാ റൂമിൽ നിലവിളക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം പ്രാർത്ഥനയാണ്. അമ്മയും അച്ഛനൊക്കെ അടുത്ത ആഴ്ച വരുമെന്നൊക്കെ പറയുന്നുണ്ട് മനോഹർ. അതിനുശേഷം അവിടെ കൂടി ആൾക്കാരൊക്കെ പോകുവാണ്. പിന്നെ നമ്മുടെ നിഷയുടെയും അതുപോലെ തന്നെ മനോഹറിൻ്റെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സരയുവിൻ്റെ അടുത്ത് നിന്ന് ഒരു ദിവസം മാറി നിൽക്കുകയായിട്ട് മനോഹർ. സരയുവിന് ആകെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുവാണ്. മനോഹർ സരയുവിനെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ സരയു ആകെ ബഹളം ഉണ്ടാക്കുവാട്ടോ. ഇല്ല, എനിക്ക് പറ്റില്ല മനുവേട്ടന് ഇതുവരെ എൻ്റെ അടുത്ത് ഒരു ദിവസം പോലും ഒരു രാത്രി പോലും മാറി നിന്നിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് മാറി നിൽക്കാൻ സമ്മതിക്കില്ല, മനുവേട്ടൻ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കണം സരയു. ആ സമയത്ത് മനോഹർ പറയണ്ടില്ല, മോളൂ എനിക്കിത് വരാൻ പറ്റില്ല, ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് മീറ്റിങ്ങിനെ പോകാനുണ്ട്, അതുകൊണ്ടിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ മീറ്റിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ മനുവേട്ട കോടിക്കണക്കിനേക്കാളും വിലയല്ലേ എനിക്കുള്ളത്. അതിൽ മനുവേട്ടനൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളും ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, ഇനി എന്തിനാണ് ഇതിനെ ഒരു ദിവസത്തിലോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുവാണ്. അതിനുശേഷം നമ്മുടെ സരയു കാര്യം ഷാരിയുടെ പറയുന്നത്, അമ്മ ഇന്ന് വരില്ല എന്നാണ് പറയണതെന്ന് പറയുമ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ ഇന്ന് അവൻ വരില്ല, കാരണം എന്താണെന്നറിയാമോ, ഇത് നിൻ്റെ കൂടെ അല്ലടി അവൻ അതായത് മനസ്സിൽ വിചാരിക്കുക നിൻ്റെ കൂടെ അല്ല, ഇന്ന് അവൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണ്, പിന്നെ അവൻ എങ്ങനെയാണ് വരുന്നത് എന്ന രീതിയിൽ രാഹുൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. ആ സമയത്ത് മനോഹർ അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ രാഹുൽ കുറേശ്ശെ സത്യങ്ങളൊക്കെ പതുക്കെ പുറത്തേക്ക് പറയണം. അവനിപ്പം നിന്നെ വേണ്ട, ഇപ്പം തന്നെ നിനക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ബിസിനസ്സിന് നിന്നെയും കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൊളുത്തി കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സരയുക്കാകെ ദേഷ്യം വരും കേട്ടോ. ആ സമയത്ത് ഷാരി പണ്ടത് ഞാൻ നിങ്ങളുടെ അടുത്ത് പലവട്ടം വേണ്ടിട്ടുണ്ട്, നിങ്ങളുടെ തല ഞാൻ ഇനി അടിച്ചു പൊട്ടിക്കണോ എന്ന് ചോദിക്കണം, എൻ്റെ മനുമോനെ പറ്റി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാരി ഒരുന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഷാരി പറഞ്ഞു, മോളെ ഇങ്ങനെ നീ വാശി പിടിക്കല്ലേ, മനുമോനെ അത്ര അത്യാവശ്യമായിട്ട് കൊണ്ടിട്ടായിരിക്കില്ലേ, ഒരു 1.5 വർഷമായിട്ട് നിൻ്റെ അടുത്ത് ഒരു രാത്രി പോലും മനുമോൻ മാറി നിന്നിട്ടില്ലല്ലോ, ഇത് വളരെ അത്യാവശ്യമായിട്ടായിരിക്കും, അതുകൊണ്ട് മോൾ എന്തായാലും സമാധാനത്തോടെ ഇരിക്കുന്നു, രാവിലെ തന്നെ ആ മനുമോൻ എത്തും എന്നൊക്കെ പറയാണ്. അങ്ങനെ സരയുവിനെ വീണ്ടും വിളിക്കണം മനോഹർ. സരയുമോൾ വിഷമിക്കേണ്ട കേട്ടോ, നാളെ ഞാൻ വന്നിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം, ഷോപ്പിങ്ങിനൊക്കെ പോകാം എന്നൊക്കെ പറയുക കേട്ടോ. ശരി മനുവേട്ടാന്ന് പറഞ്ഞിട്ട് വളരെ വിഷമത്തോടു കൂടി തന്നെ ഫോൺ വെക്കുകയാണ് സരയു. മനോഹറാണെന്നുണ്ടെങ്കിൽ നിഷയുടെ കൂടെ അങ്ങനെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നേരെ സരയുവിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് ഷോപ്പിങ്ങിനും കാര്യങ്ങളിലൊക്കെ പോകുന്ന ആ ഒരു ഭാഗം നമ്മൾ കണ്ടത്. സരയുവിൻ്റെ വിഷമം മാറ്റണമല്ലോ. അങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോഴേക്കും സരയുക്കാണെങ്കിൽ പ്രസവം അടുത്തെന്ന് തോന്നുന്നു, അതാണ് വയറ്റിലൊക്കെ കൈ ഇങ്ങനെ വെച്ച് വരുന്നത്. അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് സരയുവിനെ സന്തോഷിപ്പിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ യാദൃശ്ചികമായിട്ട് നിഷ കയറി വരുന്നത്. നിഷ വരുമ്പോഴേക്കും മനോഹറിന് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടോ. മോളെ ഞാൻ ഇപ്പോൾ ആയിരുന്നു ബാത്റൂമിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങുവാണ്. അയ്യോ മനുവേട്ട ഇപ്പോൾ വരാൻ മോളെ, അത്യാവശ്യമാണ് ബാത്റൂമിൽ പോയിട്ട് വരാമെന്നിട്ട് അവിടെ നിന്ന് മുങ്ങുവാട്ടോ.
ആ സമയത്ത് നമ്മുടെ നിശ്ചയം അതുപോലെ സരയും കാണുന്നുണ്ട്. അവർക്ക് പരിചയമുണ്ടല്ലോ, കാരണം അച്ഛന്മാർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണല്ലോ. കഴിഞ്ഞ വർഷം കല്യാണത്തിന് വിളിച്ചപ്പോഴും വിളിച്ചപ്പോഴും സരയുവിനെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പരിചയത്തെ പുറത്ത് അവർ സംസാരിക്കട്ടെ. അതുകൊണ്ട് മനോഹരൻ അവിടെ വരാനേ പറ്റുന്നില്ല. മനോഹർ ടോയ്ലറ്റിൽ പോവാണ്. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്നത് ഏതൊക്കെ ഒരു നൈറ്റ് എടുത്തിട്ട് മനോഹർ അവിടെ നിന്ന് ആ നൈറ്റ് ഉടുക്കുന്നത്. അതിനുശേഷം നിശ കാണാതിരിക്കാണ്ട് അങ്ങോട്ട് തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിശയുടെ അടുത്ത് നിന്ന് മനോഹർ രക്ഷപ്പെടും. പക്ഷെ ഓടി ചെല്ലുന്ന മനോഹർ എത്തിപ്പെടുന്നത് നമ്മുടെ സരയുവിൻ്റെ മുമ്പിലായിട്ടോ. സരയുവിൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്ന മനോഹർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സരയു ഇങ്ങനെ നോക്കുമ്പോഴേക്കും മനോഹർ എന്തോ ഒരു വേഷത്തിൽ ഇങ്ങനെ നൈറ്റൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുവാണ്. സരയു കുറച്ച് നേരം നോക്കുമ്പോൾ എന്താ മനുവേട്ടാ ഇത്, മനുവേട്ടന് എന്താ ഇങ്ങനത്തെ വേഷം എന്നൊക്കെ പറഞ്ഞിട്ട് സരയു ആകെ കണ്ണും മിഴിച്ച് ഞെട്ടിയിരിക്കുന്ന സമയത്ത് മനോഹർ പറഞ്ഞു, ഒന്നും പറയണ്ട മോളൂ, ഞാൻ ബാത്റൂമിൽ കയറിയതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഷർട്ട് ചെറുതായിട്ടൊന്ന് നനഞ്ഞു. ഷർട്ട് അടിച്ച് ഞാൻ അവിടെ ഉണക്കായിട്ടപ്പോഴേക്കും എൻ്റെ ഷർട്ട് ഏതോ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോയി. പിന്നെ നാണം മറക്കാനായിട്ട് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഇതെടുത്തോട്ട് വന്നു. എൻ്റെ മനുവേട്ടാ നാണക്കേടാണ്. എത്രയും പെട്ടെന്ന് ഞാനൊരു കാര്യം ചെയ്യാം, ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ട് മനുവേട്ട് ബാത്റൂമിൽ അങ്ങനെ പോയിരിക്കുന്നു പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മനോഹരൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും മനോഹരൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുന്നില്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. കാരണം ഇത് ഇങ്ങനെ കോഴിത്തരം കാണിക്കുന്നവർക്കും വിവാഹ തട്ടിപ്പുകാർക്കും വേണ്ടി ഒരു പ്രൊമോഷൻ പോലെ ആകില്ലേ. അതുകൊണ്ട് എന്തായാലും മനോഹരൻ്റെ തട്ടിപ്പ് അധികം നാളൊന്നും വെച്ചുകൊണ്ടിരുത്തത്തില്ല. അതുകൊണ്ട് മനോഹരൻ്റെ തട്ടിപ്പ് എത്രയും പെട്ടെന്ന് തന്നെ അറിയും. മനോഹർ സരയുവിനേക്കാളും പഠിച്ച കള്ളിയും അതുപോലെ തന്നെ അതിനേക്കാളും കൂടിയ അഹങ്കാരിയാണ് നിശ. അതുകൊണ്ട് സരയു എന്ന നിശയുടെ മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ട് ഇനി രണ്ട് ഭാര്യമാർ തമ്മിലായിരിക്കും അടിയും വഴക്കൊക്കെ ഉണ്ടാവാൻ പോണത്. ആ സമയത്ത് മിക്കവാറും മനോഹർ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് മുങ്ങാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും മനോഹർ ഒരു കള്ളനാണ്, ഫ്രോഡാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിശ മനോഹരനെ മാത്രമല്ല സരയുവിനിട്ടും നല്ല അടിപൊളി പണി തന്നെ കൊടുക്കുമെന്ന് ഉറപ്പാണ്. മേഘലിനെ പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല നിശയുടെ. അതുകൊണ്ട് തന്നെ മിക്കവാറും സരയുവിൻ്റെ അണപ്പല്ല് തെറിച്ചു പോകാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. കാരണം ഇന്നലെ കല്യാണ സമയത്ത് കൂട്ടുകാരികൾ അതായത് ബന്ധുക്കളായിട്ടുള്ള പെണ്ണുങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, നിശ ഇങ്ങനെ ഭയങ്കര 1 2 പറഞ്ഞ ഇതാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് വാർഡൻ്റെ മുഖത്തടിച്ചു എന്നൊക്കെ രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ സരയുവിനേക്കാളും വെട്ടിച്ചയറ്റായതുകൊണ്ട് തന്നെ മിക്കവാറും മനോഹരനും സരയുവിനും നല്ല പെട കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല അടുത്ത ആഴ്ചയിൽ തിങ്കളാഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ കാർത്തികേയൻ ഇപ്പോൾ കാണിച്ചിട്ട് കുറേ നാളായത് കൊണ്ട് തന്നെ കാർത്തികയും അതുപോലെ തന്നെ കല്യാണിക്ക് ഇപ്പോൾ പിണങ്ങിയിരിക്കണോണ്ട് തന്നെ കാർത്തികയ്ക്ക് വല്ലാതൊരു വിഷമമായിരിക്കും. മിക്കവാറും കല്യാണിയുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാർത്തിക വീണ്ടും വീട്ടിലേക്ക് വരും. ഇനി സത്യങ്ങളൊക്കെ കാർത്തിക പറയാനും മതി. എന്തായാലും കാർത്തികയുടെ കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത ആഴ്ച ഇനി കാണിക്കുമോ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും മനോഹരൻ്റെ കള്ളത്തരങ്ങൾ പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ആഴ്ച നമുക്ക് അറിയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.